അലയകാരന്റെ എല്ലാ പടങ്ങളിലും കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണികളെ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് തലച്ചോറിന് പകരം മൺചട്ടി അങ്ങനെ എടുത്ത് കമുത്തുന്നു. എന്നിട്ട് ആ പിഴുതെടുത്ത തലച്ചോറ് ഒരു ഭരണിയിലാക്കി ഉപ്പിലിടാൻ വെക്കുന്നു കുറച്ചാളത്തേക്ക്. എന്നിട്ട് നേരത്തെ കമുത്തി വെച്ച ചട്ടിയിൽ 3 നേരം മൃഷ്ടാനം പഴങ്കഞ്ഞി അങ്ങോട്ട് അടിച്ച് കയറ്റുമെന്ന് ഒന്നും മനസ്സിലായി കാണൂലല്ലോ. അതേപോലെയാണ് ഈ ആശാന്റെ എല്ലാ പടങ്ങളിലും നമുക്കൊന്നും മനസ്സിലാവാത്ത കണക്ക് വായമ്പളന്ന് ഇങ്ങനെ ഇരിക്കാം. ഒരു ലോജിക്കും കാണൂല, ഒന്നും കാണൂല. മൊത്തം ഒരു വെങ്കളാന്തരം പിടിച്ച ഒരു ഐറ്റം ഒരുക്കുന്ന ആ പടത്തിൽ മൊത്തം. അങ്ങനത്തെ ഒരു വെങ്കളാന്തരം പിടിച്ച സിനിമയാണ് സുഹൃത്തുക്കളെ അഗുണ്ട 2. അതിലെ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വിളമ്പി അടിച്ചു തരാം. അലയകാര് വർഷങ്ങളോളം ഫ്രീസറിനകത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ പെൺകുട്ടിക്ക് ഒരു അപകടം വരുന്നത്. പിന്നെ അണ്ണൻ ഒന്നും നോക്കുന്നില്ല, തപസ് പകുതി വെച്ച് അങ്ങോട്ട് ഫ്ലോപ്പ് ചെയ്തതിന് ശേഷം ഫ്രീസർ പൊട്ടിച്ച് വലിയൊരു തീകോളമായി അവന്റെയൊക്കെ ഫ്രണ്ടിൽ പതിഞ്ഞടിക്കുന്നു. അലയകാരന്റെ ഒരുവിധപ്പെട്ട എല്ലാ അടികളും നമ്മൾ കൺകുളിർക്കെ കണ്ടിട്ടുള്ളതാണെന്ന്. കമ്മുന്നടി, ഓടിയടി, ചാടിയടി, ഇഴഞ്ഞടി, കുനിഞ്ഞടി, നക്കിയടി, ഉറിഞ്ചി കുത്തടി. എന്നാൽ ഇതിനു പുറമേ തന്നെ അദ്ദേഹം കണ്ടുപിടിച്ച 4 അടികൾ നമുക്കായി ഇറക്കുമതി ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ ഈ സിനിമയ്ക്ക് വേണ്ടി. 1 ഹെലികോപ്റ്റർ അടി, 2 ചുമന്നടി, 3 താമരയടി, 4 വിളക്കടി. അമ്മാതിരി തൈറ്റ അടികളാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടി അണ്ണൻ അടിച്ചിറക്കിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയുടെ ഇവരെ തലയിൽ ഉദിച്ചു വരണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതില് കുത്തിയെടുത്ത് തന്നെ കറക്കിക്കൊണ്ട് പോണോക്കിയാണ്. ഇയാള് വേണമെന്നുണ്ടെങ്കിൽ കൈയിരിക്കുന്ന കുന്തം വെച്ച് നൂഡിൽസ് വേണമെങ്കിലും കുത്തി തിന്നുന്നു. അമ്മാതിരത്തെ കഴിവാണെന്ന് അണ്ണന്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ 200 രൂപയും കൊടുത്തിട്ട് എന്തൊക്കെ അപരാധങ്ങൾ പോയിരുന്ന് കാണണമെന്നാണല്ലേ നമ്മള്. ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ബ്ലേഡ് ഇയാളെ ശൂലത്തിൽ കറക്കി വെച്ചോണ്ടിരിക്കുന്നു തോന്നടാ ഇതൊക്കെ. എന്നിട്ട് ആ സാധനം കറങ്ങി തീരുമ്പോഴത്തേക്കും വീണ്ടും കറക്കി അത് വില്ലന്മാരെ നേരെ എറിഞ്ഞു കൊടുക്കുന്നു. അതെന്തിനും അവന്മാർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടി നിങ്ങൾ എറിഞ്ഞു കൊടുത്തത്. ഇയാൾക്കിനി എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കാറും വേണ്ട, ബൈക്കും വേണ്ട, ഒരു തേങ്ങാ കൊലയും വേണ്ട. ഈ ഒരു സാധനം എടുക്കുന്നു, കറക്കുന്നു, നേരെ ആകാശത്തോട്ട് പറക്കുന്നു, എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങുന്നു. സമയലാഭം, പൈസ ലാഭം. ഇത്തിരിയായാലും കൊള്ളാം. ശരിയെന്നാ പോണ്.